Question paper revision, chapter 10, Mechanical Properties of Fluids, part 1. 2020 മാർച്ചിൽ 9 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗിവൺ ഫിഗർ ഷോസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബിഹൈൻഡ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഒരു ഫിഗർ ആണ് തന്നിട്ടുള്ളത്. ദ റേഡിയസ് ഓഫ് സ്മോൾ പിസ്റ്റൺ ഈസ് 5 സെന്റിമീറ്റർ ആൻഡ് ദാറ്റ് ഓഫ് ലാർജർ പിസ്റ്റൺ ഈസ് 15 സെന്റിമീറ്റർ. അപ്പൊ രണ്ട് പിസ്റ്റന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. സ്മോൾ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പിസ്റ്റന്റെ റേഡിയസ് ആണ്, ലാർജർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പിസ്റ്റന്റെ റേഡിയസ് ആണ്. ഇനി കാൽക്കുലേറ്റ് ഫോഴ്സ് എഫ്, ഈ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇഫ് ദ മാസ് ഓഫ് ദി കാർ ലിഫ്റ്റഡ് ഈസ് 1350 കിലോഗ്രാം. ഇവിടെ ഉയർത്തേണ്ട കാറിന്റെ മാസ് ഇത്രയാണ്. ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 9.8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ പ്രഷറും ഇവിടുത്തെ പ്രഷറും ഈക്വൽ ആണ്. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് ബൈ ഏരിയയും ഇവിടുത്തെ ഫോഴ്സ് ബൈ ഏരിയ ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ അത് ആദ്യം എഴുതുന്നു. എഫ് ബൈ എ ഇസ് ഈക്വൽ ടു എഫ് സി ബൈ എ സി. സി എന്ന് പറയുന്നത് സെക്കൻഡ് പോർഷനെ, കാറിലെ പോർഷനെ റെപ്രസെന്റ് ചെയ്യും. നമുക്ക് എഫ് ആണ് കാണേണ്ടത്. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എഫ് സി ബൈ എ സി. ഇത് എ എന്ന് പറയുന്ന സമയത്ത് പിസ്റ്റണ് സർക്കുലർ ഷേപ്പ് ആണ്. അപ്പൊ അതിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? എഫ് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ എസ് സ്ക്വയർ. എസ് എന്ന് പറയുന്നത് സ്മോൾ പോർഷൻ എന്നുള്ളത് കാണിക്കുന്നു. എം സി ഇൻറ്റു ജി എന്നാൽ എഫ് സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ എഫ് സി എന്ന് പറയുന്നത് അവിടുത്തെ മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ്, എം ജി ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ പൈ ആർ എൽ സ്ക്വയർ. എൽ എന്ന് പറയുന്നത് ലാർജർ ഏരിയയുടെ റേഡിയസ് ആണ്. പൈ പൈ ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആർ സ്ക്വയർ ഇൻറ്റു എം സി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ആർ എൽ സ്ക്വയർ എന്ന് കിട്ടി. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ആർ എസ് എന്ന് പറഞ്ഞാൽ സ്മോൾ പോർഷന്റെ റേഡിയസ് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 5 ഇൻറ്റു അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁻² ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇൻറ്റു മാസ് ഓഫ് ദി കാർ തന്നിട്ടുണ്ട് 1350 ആണ്. അപ്പോൾ അത് അതേപോലെ എഴുതി. ഇൻറ്റു ജിയുടെ വാല്യൂ 9.8 ഡിവൈഡഡ് ബൈ ആർ എൽ എന്ന് പറഞ്ഞാൽ ലാർജ് പിസ്റ്റന്റെ റേഡിയസ് ആണ് 15 സെന്റിമീറ്റർ. അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻² സ്ക്വയർ ചെയ്തു. ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടുമ്പോൾ 1470 ന്യൂട്ടൺ ആണ് ആൻസർ കിട്ടുന്നത്. What do you mean by capillary rise? What is the phenomenon responsible for it? Capillary rise എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫിനോമിനുള്ള കാരണം, ഏത് ഫിനോമിനാണ് capillary rise കാരണമായിട്ടുള്ളത്? Capillary rise എന്ന് പറഞ്ഞാൽ it is the ability of a liquid to rise in small capillary tube. അതിനെയാണ് capillary rise എന്ന് പറയുന്നത്. അതുപോലെ തന്നെ surface tension is responsible for this. അപ്പോൾ capillary rise റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫിനോമിനൻ ഏതാണ്? സർഫസ് ടെൻഷൻ ആണ്. റൈറ്റ് ഇക്വേഷൻ ഓഫ് സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ഫോർമുലയുടെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് വിസ്കസ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 6 പൈ എ ഈറ്റ ബി. എ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, ഈറ്റ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്, വി വെലോസിറ്റി ആണ്. അടുത്തത് 2020 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ. കൺസിഡർ എ ഫ്ലൂയിഡ് മൂവിംഗ് ഇൻ എ പൈപ്പ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷണൽ ഏരിയ ഷോൺ ഇൻ ഫിഗർ. A1 and A2 are area of cross section of pipe and V1 and V2 are velocities of fluid. ചോദ്യതാണ് സ്റ്റേറ്റ് ബെർണോളിസ് പ്രിൻസിപ്പിൾ, ഡിറൈവ് ബെർണോളിസ് ഇക്വേഷൻ. അപ്പൊ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബെർണോളിസ് ഇക്വേഷൻ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസ് പല സ്ഥലത്ത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും കൂടി നമ്മൾ 2019 ഇംപ്രൂവ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ 2019 മാർച്ചിൽ. അപ്പൊ നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് 3 പരീക്ഷകളിൽ ഒരേപോലെ ചോദിച്ചിട്ടുള്ളതാണ്. 2019 മാർച്ചിൽ എങ്ങനെ ചോദിച്ചിരിക്കുന്നത്? ഡിറൈവ് ബെർണോളിസ് ഇക്വേഷൻ ഫോർ ദ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് എൻ ഇൻകംപ്രസിബിൾ ഫ്ലൂ ലിക്വിഡ്. 2016 ഇംപ്രൂവ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ഡ്രോ എ ഫിഗർ ആൻഡ് ഡിറൈവ് ബെർണോളിസ് ഇക്വേഷൻ. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റന്റ് ഫോർ എനി ട്യൂബ് ഓഫ് ഫ്ലോ. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഫിഗർ വരയ്ക്കുന്നു. ഫിഗർ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വർക്ക് എനർജി തിയറം യൂസ് ചെയ്യുന്നു. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ അറ്റ് ദിസ് പോർഷൻ. ഈ ഭാഗത്തുള്ള വർക്ക് ഡൺ അറ്റ് എ മൈനസ് വർക്ക് ഡൺ അറ്റ് ബി ആണ്. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു P1 A1 V1 T ആണ്. എങ്ങനെ വന്നു വെച്ചാൽ വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. P1 A1 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, V1 T എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണ് തോന്നുന്നത്. P1 A1 V1 T മൈനസ് P2 A2 V2 T ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ബിയിലെ കൈനറ്റിക് എനർജി മൈനസ് എയിലെ കൈനറ്റിക് എനർജിയാണ്. ഹാഫ് എം ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ
പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി, അതായത് ബിയിലെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് എയിലെ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ mg ഇൻറ്റു h2 മൈനസ് h1. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. a1v1t is equal to a2v2t is equal to v വോളിയം കൊടുക്കുന്നു. അതുപോലെ തന്നെ m is equal to rho into v എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ a1v1 is equal to a2v2 ആണ് എന്നുള്ള ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. v1t എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ വോളിയം, അങ്ങനെയാണ് ഇവിടെ v വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിലും p1 a1 v1t a1 v1tക്കും a2 v2tക്കും പകരം നമ്മൾ v എന്ന് കൊടുക്കുന്നു. ഈ രണ്ട് mന് പകരം ഇത് കൊടുക്കുന്നു, റോ v കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഈ രീതിയിലായിട്ട് മാറി. എല്ലാറ്റിനും നമുക്ക് v കട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ ഇക്വേഷൻ എങ്ങനെയായി? p1 മൈനസ് p2 is equal to half rho into v2 square minus v1 square plus rho g into h2 minus h1. ഇനി നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. 1 ഉള്ള ടേമുകളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി, 2 ഉള്ള ടേമുകളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി. അപ്പൊ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ കിട്ടി. അതാണ് p1 plus half rho v1 square plus rho g h1 is equal to p2 plus half rho v2 square plus rho g h2. ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ. അടുത്തത് 2019 ഇംപ്രൂവ്മെന്റിന് 9 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന വർഷം. When a metallic sphere falls through castor oil, its velocity become uniform. It is called the terminal velocity. Write expression for terminal velocity. Terminal velocity യുടെ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമുക്കറിയാം terminal velocity v is equal to 2/9 a square rho minus sigma into g divided by eta ആണ്. a എന്ന് പറഞ്ഞ റേഡിയസ് ആണ്, റോ മൈനസ് സിഗ്മ എന്ന് പറഞ്ഞ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റീസ് ആണ്, ഈറ്റ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, g acceleration due to gravity. Raindrops falling under gravity do not acquire high velocity y. റെയിൻഡ്രോപ്സ് താഴത്തേക്ക് വരുമ്പോൾ ഹൈ വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നില്ല, ഒരേ വെലോസിറ്റിയിലാണ് താഴത്തേക്ക് വരുന്നത്. എന്താണ് കാരണം എന്ന്? അവ എന്ത് അറ്റൈൻ ചെയ്യുന്നുണ്ട്? റെയിൻഡ്രോപ്സ് അറ്റൈൻ ടെർമിനൽ വെലോസിറ്റി. റെയിൻഡ്രോപ്സിന് ടെർമിനൽ വെലോസിറ്റി ലഭിക്കുന്നു. അപ്പോൾ ഒരേ സ്പീഡിലാണ് താഴത്തേക്ക് വരുന്നത്. അടുത്തത് ദ ടെർമിനൽ വെലോസിറ്റി ഓഫ് എ കോപ്പർ ബോൾ ഓഫ് റേഡിയസ് 2 millimeter falling through a tank of oil at 20 degree centigrade is 6.5 centimeter per second. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 6.5 centimeter per second, റേഡിയസ് തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ദ വിസ്കോസിറ്റി ഓഫ് ഓയിൽ അറ്റ് 20 degree centigrade. അപ്പോൾ നമുക്ക് വിസ്കോസിറ്റി ആണ് കാണേണ്ടത്. ഡെൻസിറ്റി ഓഫ് ഓയിൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് കോപ്പർ തന്നിട്ടുണ്ട്. ടെർമിനൽ വെലോസിറ്റിയുടെ ഫോർമുല നമുക്കറിയാം, v is equal to 2/9 a square rho minus sigma into g. ഇതിൽ നിന്ന് എന്താ കാണേണ്ടത്? കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, ഈറ്റയാണ് കാണാം. അപ്പൊ ഈറ്റനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയ v നേരെ താഴത്തേക്ക് വന്നു. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഈറ്റ is equal to 2/9 a square rho minus sigma into g divided by v. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2/9 കൊടുത്തു. ഇനി ഏതാണ്? a സ്ക്വയർ. a എന്ന് പറഞ്ഞാൽ ഏതാണ്? റേഡിയസ് ആണ്, 2 millimeter ആണ്. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 2 into 10 raised to minus 3 അതിന്റെ സ്ക്വയർ എടുത്തു. ഇൻറ്റു റോ മൈനസ് സിഗ്മയാണ്. ഇവിടെ ഡെൻസിറ്റി ഓഫ് കോപ്പർ 8.9 into 10 cube. അതുപോലെ തന്നെ ഓയിലിന്റെ 1.5 into 10 cube ആണ്. അപ്പോൾ 8.9 into 10 cube മൈനസ് 1.5 into 10 cube ഡിവൈഡഡ് ബൈ v. വിയുടെ വാല്യൂ എത്രയാണ്? 6.5 ആണ്. സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്, അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 10 raised to minus 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇൻറ്റു g. ജിയുടെ വാല്യൂ എത്രയാണ്? 9.8. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.9917 പാസ്കൽ സെക്കൻഡ് ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് a fluid moving in a pipe of varying cross-sectional area is shown below. What is the difference between streamline flow and turbulent flow? ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതിലൂടെ ഒരു ലിക്വിഡ് മൂവ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രീംലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്ട്രീംലൈൻ ഫ്ലോ ഈസ് ദ റെഗുലർ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്. റെഗുലർ ഫ്ലോ ഓഫ് ഫ്ലൂയിഡിനെയാണ് സ്ട്രീംലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. ടർബുലന്റ് ഫ്ലോ ഈസ് ദ ഇറഗുലർ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്. ഇറഗുലർ ഫ്ലോ ഓഫ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടർബുലന്റ് ഫ്ലോ എന്ന് വിളിക്കുന്നത്. അടുത്തത് ഫിഗേഴ്സ് എ ആൻഡ് ബി റിഫർ ടു ദ സ്റ്റഡി ഫ്ലോ ഓഫ് എ നോൺ വിസ്കസ് ലിക്വിഡ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ടു ഫിഗേഴ്സ് ഈസ് ഇൻകറക്റ്റ്? ഇതിൽ ഏതാണ് തെറ്റായതെന്നാണ്. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. ഫിഗർ ശരിയായ ഫിഗർ ബി ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വെലോസിറ്റി കൂടും, ഏരിയ കുറവായതുകൊണ്ട് വെലോസിറ്റി കൂടും. അപ്പോൾ പ്രഷർ കുറയും, പ്രഷർ കുറയുമ്പോൾ ഹൈറ്റ് കുറയും. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതാണ്? ഇൻകറക്റ്റ് ഫിഗർ ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ഫിഗർ എ ആണ്.
figure A is incorrect. Define angle of contact. It is the angle between tangent drawn to the liquid surface and part of solid inside the liquid. അപ്പോൾ ടാൻജന്റും പാർട്ട് ഓഫ് ദി സോളിഡ് ഇൻസൈഡ് ദ ലിക്വിഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അടുത്തത് വാട്ടർ പ്രൂഫിംഗ് ഏജൻസ് ആർ ആഡഡ് ടു ക്രിയേറ്റ് ഡാഷ് ലാർജ് ഓർ സ്മോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഫൈബേഴ്സ്. അപ്പോൾ വാട്ടർ പ്രൂഫിംഗ് ഏജന്റ് പിന്നെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ആംഗിൾ ഓഫ് കോണ്ടാക്ട് ലാർജ് ആവുകയാണ് ചെയ്യുക. കാരണം ആംഗിൾ ഓഫ് കോണ്ടാക്ട് ലാർജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല. മറിച്ച് ആംഗിൾ ഓഫ് കോണ്ടാക്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അടുത്തത് കാൽക്കുലേറ്റ് ദ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് ആൻ എയർ ബബിൾ ഓഫ് റേഡിയസ് 1 millimeter ഫോംഡ് ജസ്റ്റ് ബിലോ ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. Given surface tension of water is equal to 72 into 10 raised to minus 3 Newton per meter. അപ്പോൾ പ്രഷർ ഇൻസൈഡ് എയർ ബബിൾ ആണ്. എയർ ബബിൾ ആണെങ്കിൽ അതൊരു ഡ്രോപ്പ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സൈഡേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് PI minus PO is equal to 2S/R. ബബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ 4S/R ആണ് ഫോമുല വരുന്നത്. പക്ഷെ ഇവിടെ ഈ ബബിൾ ഉള്ളത് ഏതിനകത്താണ്? ഒരു വാട്ടറിന്റെ ഉള്ളിലാണ്. അപ്പൊ അതിനെ നമുക്ക് സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ PI minus PO is equal to 2S/R. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 into എസിന്റെ വാല്യൂ തന്നിട്ട് സർഫസ് ടെൻഷൻ 72 into 10 raised to minus 3 into R. ആറിന്റെ വാല്യൂ 1 millimeter ആണ്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10 raised to minus 8 മൾട്ടിപ്ലൈ ചെയ്തു. 72 into 2 ആണ് കിട്ടുക. 144 പാസ്കൽ ആണ് നമുക്ക് കിട്ടുന്നത്.